ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളതും ആ ഒരു അനുഭൂതി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരും അതുപോലെ തന്നെ കേട്ടിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരും ഒക്കെ ആയിരിക്കും. ചുരുക്കം ചിലരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒന്നും അറിയാത്തതായിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ അറിവിലേക്കും വന്നവർക്കും ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവരുടെയൊക്കെ അറിവിലേക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ക്ഷേത്രം ഏതാന്നുള്ളത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സിനിമകളിലൂടെയും ചിത്രങ്ങളിലൂടെയും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പെരുമ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഒരു വലിയ പൂരം, വലിയൊരു ഉത്സവമായി തന്നെ ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു പൂരം പോലും നിലകൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഐതിഹ്യപരമായിട്ടാണെങ്കിലും കീർത്തി കൊണ്ടൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജില്ലയാണ് തൃശ്ശിവപേരൂർ എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന ഇന്നത്തെ തൃശ്ശൂർ ജില്ല. ചരിത്രപരമായി ഹിന്ദു പണ്ഡിതന്മാരുടെ കേന്ദ്രം എന്നാണ് ഇവിടെ വിശേഷിക്കപ്പെടുന്നത്. സാംസ്കാരികപരമായി നോക്കുകയാണെങ്കിലും ആത്മീയപരമായി നോക്കുകയാണെങ്കിലും തൃശ്ശൂർ ജില്ല എന്നും മുൻപന്തിയിൽ തന്നെയാണ്. അപ്പോൾ തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വടക്കുംനാഥ ക്ഷേത്രം. ശില്പചാരുത കൊണ്ട് വളരെ പ്രശസ്തിയിൽ ആർജിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. തൃശ്ശൂരുമായി വടക്കുംനാഥ ക്ഷേത്രത്തിനും വടക്കുംനാഥ ഭഗവാനും അഭേദ്യമായ ബന്ധമാണുള്ളത്. ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് ക്ഷേത്രം ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഉയർന്നു നിൽക്കുന്ന 4 വലിയ ഗോപുരങ്ങളും 20 ഏക്കറിൽ വിസ്തൃതമായി കിടക്കുന്ന അത്രത്തോളം ഭൂമിയും ആ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കൂടാതെ കൂറ്റൻ മതിൽക്കെട്ടും പടിഞ്ഞാറേ നടയിലുള്ള ആ വലിയ ദീപസ്തംഭവും ഒക്കെ ഈ ക്ഷേത്രത്തെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നതാണ്. വടക്കുംനാഥൻ്റെ മണ്ണിൽ ധാരാളം പ്രതിഷ്ഠകളുണ്ട്. നമുക്ക് ഓരോന്ന് നമ്മൾ വരും വീഡിയോയിലൂടെയൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വടക്കുംനാഥൻ്റെ ആ ഒരു മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ദേവന്മാരുടെയും ദേവതമാരുടെയും അനുഗ്രഹമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കടാക്ഷമാണ് നമ്മൾ കേൾക്കാൻ കഴിയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ മുൻപോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. സാധാരണ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഉപദേവന്മാരായിക്കോട്ടെ, പ്രധാന ദേവന് ഉപരി ഉപദേവന്മാരൊക്കെ ആയിട്ട് ഒരു 3-4 ദേവന്മാരൊക്കെ ഉണ്ടായിരിക്കും സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വിഭിന്നമായിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. അപ്പോൾ 5 ദേവന്മാരാണ്, അല്ലെങ്കിൽ 5 പ്രതിഷ്ഠകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 5 പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. ഒന്ന് പരമശിവനും, രണ്ടാമതായിട്ട് പാർവതി ദേവിയും, അവരുടെ മകനായിട്ടുള്ള ഗണപതി ഭഗവാനും, അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയും ശങ്കരനാരായണൻ എന്നീ പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. എങ്കിലും വടക്കു ഭാഗത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്ന ശിവപെരുമാൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമെന്ന് വേണം പറയാനായിട്ട്. മറ്റൊരു ക്ഷേത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കാത്ത അത്ര വലിപ്പമുള്ള മതിൽക്കെട്ടാണ് എന്നുള്ളത് നേരത്തെ പറയുണ്ടായി. അത് ആ ഒരു പ്രത്യേകത ഈ ഒരു ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ ഒരു മതിൽക്കെട്ടിനൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ആനപ്പള്ള മതിൽ എന്നാണ് ഈ ഒരു മതിൽക്കെട്ട് അറിയപ്പെടുന്നത് പോലും. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് വിശേഷതകളുമുള്ള ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. വട്ട ശ്രീകോവിലിൽ 3ാമത്തെ അറയായിട്ടുള്ള ഗർഭഗൃഹത്തിൽ നെയ്യ് മൂടിയിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ജ്യോതിലിംഗമായാണ് വടക്കുംനാഥൻ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ഭഗവാനെയാണ് അവിടെ കാണാൻ സാധിക്കുക. ശിവലിംഗം കാണാൻ കഴിയാത്ത ഏക ക്ഷേത്രമാണ് വടക്കുംനാഥ ഭഗവാൻ. ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വഴിപാടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് നെയ്യഭിഷേകം എന്ന് പറയുന്നത്. കൂവളമാല സമർപ്പിക്കലും അതുപോലെ തന്നെ ഇളനീരഭിഷേകവും ഒക്കെ ഭഗവാന് ഏറ്റവും
കൂടുതൽ പ്രിയപ്പെട്ട വഴിപാടുകളാണെങ്കിൽ പോലും ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് നെയ്യഭിഷേകമാണ്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നെയ്യഭിഷേകമാണ് ഇവിടുത്തെ ശിവഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത്. ദക്ഷിണ കൈലാസം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. പിന്നീടുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിന്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൂത്തമ്പലങ്ങളിൽ ഒന്നായിട്ടുള്ള കൂത്തമ്പലം വടക്കുംനാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലമാണ്. പണ്ട് കാലത്ത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഐതിഹ്യമാണ് കേട്ടോ പറയണത്. പണ്ട് കാലത്ത് പരശുരാമൻ 21 തവണ ക്ഷത്രിയന്മാരേനൊക്കെ അങ്ങോട്ട് വധിച്ചു. ഒരു തവണ ചെയ്താൽ പോലും അത്രത്തോളം പാപമാണ്. അപ്പോൾ 21 ക്ഷത്രിയന്മാരേനെയൊക്കെ വധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പാപമാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഊഹിച്ചറിയാം അല്ലേ. അപ്പോൾ ആ പാപമോക്ഷത്തിന്, ഇത്രയും ആ കൊടും പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു മോക്ഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ സ്വത്തുക്കളൊക്കെ ക്ഷത്രിയന്മാർക്ക് ദാനം നൽകി. എന്നിട്ട് അദ്ദേഹം ഭഗവാൻ ശ്രീ പരമേശ്വരൻ നിലകൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ടുള്ള കൈലാസത്തിലേക്ക് പോവുകയാണ്. കൈലാസ പർവ്വതത്തിൽ പോയി അവിടെ ചെന്ന് ഭഗവാനെ തപസ് ചെയ്യുകയും ഭഗവാനെ പൂജിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ ഭഗവാൻ പരശുരാമനിൽ ആകൃഷ്ടനാവുകയും പരശുരാമനോടൊപ്പം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പരശുരാമൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഭഗവാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോന്നു. ഭഗവാനെ അത്രത്തോളം ആരാധിക്കുകയാണ് പരശുരാമൻ ഇരുന്നിട്ട്. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഇന്നത്തെ തേക്കിൻകാട് മൈതാനം എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തെത്തുകയും അവിടെ ഒരു ആല്, രഘുനാഥൻ്റെ മുന്നിലായിട്ട് ഒരു വലിയൊരു ആൽത്തറയുണ്ട് അല്ലേ. ആലിൻ്റെ മുന്നിലെത്തുകയും അവിടെ കുറച്ച് സമയം ഭഗവാൻ വിശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിന് ശേഷം ഭഗവാൻ തന്നെ അവിടെ ഒരു സ്വയംഭൂ ശിവലിംഗമായി പൊന്തി വരികയും ആ ഒരു ആലിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പരശുരാമൻ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. പരശുരാമനാണെങ്കിൽ ഭഗവാൻ അത്രത്തോളം ആരാധനയാണ്. തൻ്റെ ഇഷ്ട ഭഗവാനെ അവിടെ വെച്ച് തന്നെ പൂജിക്കാനായിട്ട് തുടങ്ങി പരശുരാമൻ. അങ്ങനെ ആ ഒരു സ്ഥലമാണ് പിന്നീട് ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ ശ്രീമൂലസ്ഥാനം നമ്മൾ വലം വെച്ച് അല്ലെങ്കിൽ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ സാധാരണ വടക്കുംനാഥ ക്ഷേത്ര ദർശനം നടത്താറുള്ളത്. ഇന്നും ഭഗവാന് നെയ്യഭിഷേകം അവിടെ നടന്നു വരുന്നുണ്ട്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് എന്ന് പറയുന്ന നെയ്യഭിഷേകമാണെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. ഭഗവാന് പക്ഷേ ആ അഭിഷേകം ചെയ്യുന്ന നെയ്യൊന്നും നീക്കം ചെയ്യാറ് പതിവില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ആ ഒരു ഭഗവാന്റെ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കുക ഒരു നെയ്മലയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു നെയ്മലയുടെ രൂപത്തിലാണ് നമുക്ക് ആ ഭഗവാന്റെ ആ ഒരു വിഗ്രഹം, ആ ഒരു ശിവലിംഗം നമുക്ക് കാണാൻ സാധിക്കുക. ഏകദേശം ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 20 അടിയോളം പൊക്കത്തിലാണ് ഇന്നിപ്പോൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു ദിവ്യ ചൈതന്യം നമുക്ക് കാണപ്പെടുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കൈലാസ പർവ്വതത്തിൻ്റെ ഒരു രൂപമാണ്. ഭഗവാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ കുടികൊള്ളുന്ന കൈലാസ പർവ്വതത്തിനെ പോലെ ഉള്ളൊരു രൂപമാണ് ഈ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ആ ഒരു ശിവലിംഗം നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പടിഞ്ഞാറേ നടക്കിൽ നിലകൊള്ളുന്ന ഈ ആൽത്തറയിലാണത്രേ വടക്കുംനാഥനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളൊക്കെ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് പറയാനുള്ളത് തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കേൾവി കാട്ടിട്ടുള്ള ഇലഞ്ഞിത്തറമേള നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ഇലഞ്ഞിത്തറയിൽ വെച്ചാണ്. അങ്ങനെ ഒരുപാട് ദേവീദേവന്മാരുടെ സാന്നിധ്യമുള്ള ഒരു പുണ്യഭൂമിയാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്ര മൈതാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രാങ്കണം എന്ന് പറയുന്നത്. പിന്നീട് പറയുന്ന വേറൊരു ഐതിഹ്യത്തിൽ വന്നിട്ടുള്ളതാണ്, അവിടെ കാണപ്പെടുന്ന അർജുന വിൽക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരിക്കൽ ശിവഭഗവാൻ കാട്ടാള വേഷനായിട്ട് വന്നിട്ട് അർജുനനെ അങ്ങോട്ട് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഭഗവാന്റെ ഈ പരീക്ഷണത്തിൽ അങ്ങോട്ട് മുങ്ങിക്കിടന്ന അർജുനൻ അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഭഗവാന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ അർജുനൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ആ വില്ല് തട്ടിയിട്ട് ഒരു കുഴിയായിട്ട് അവിടെ മാറിയെന്നാണ് പറയുന്നത്. ആ ഒരു കുഴിയാണ് ഇന്ന് അർജുന വിൽക്കുഴി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് വടക്കുംനാഥ ഇതുകൂടാതെ തന്നെ പടിഞ്ഞാറേ ഗോപുര നടയിലൂടെ കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു കൽശില കാണാൻ സാധിക്കുന്നതാണ്. ആ കൽശില ഓരോ ദിവസം ചെല്ലുന്തോറും അതിന് വളർച്ച വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് വലുതാവുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വലുതായി അത് എന്നാണോ ക്ഷേത്ര ഗോപുരത്തിൻ്റെ അത്രത്തോളം വലിപ്പം എത്തുന്നത്, അന്ന് ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ കലികാലത്തിൻ്റെ അവസാനമാണ്, ഈ ലോകത്തിൻ്റെ അവസാനം ആയിട്ടാണ്
കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകാവസാനത്തിൻ്റെ മടിത്തട്ട് എന്ന ഒരു പേര് കൂടി ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. അപ്പോൾ ആ കൽശിലയ്ക്കും വളരെയധികം പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതൊന്നും നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളുമാണ്. കഥകളിലൊക്കെ കൂടുതലായിട്ടും പരശുരാമനെക്കുറിച്ചും ആദിശങ്കരനെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥകളാണ് കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. അതിനാൽ ചുറ്റമ്പലത്തിന് അകത്തായിട്ട് പരശുരാമനെയും ആദിശങ്കരൻ്റെയൊക്കെ പ്രതിഷ്ഠകൾ അവിടെ കാണപ്പെടുന്നുണ്ട്. പരശുരാമൻ നിർമ്മിച്ചിട്ടുള്ള 108 ശിവാലയങ്ങളിൽ ഒന്നാമത്തെ ക്ഷേത്രമാണ് വടക്കുന്നാഥൻ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം ആ ഒരു ക്ഷേത്രത്തിൻ്റെ പുണ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളൊന്നും സാധാരണ പതിവില്ല. തൃശ്ശൂർ പൂരം വടക്കുന്നാഥ സന്നിധിയിലാണ് നടക്കുന്നത് എങ്കിലും അതിലെ മുഖ്യ കാർമ്മികത്വമാണ് വടക്കുന്നാഥ ഭഗവാൻ നടത്തുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവരാത്രിയൊക്കെയാണ് ഭഗവാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായി കണക്കാക്കുന്നത്. അല്ലാതെ വേറെ പൂരങ്ങളോ എഴുന്നള്ളിപ്പുകളോ കൊടിമരങ്ങളൊന്നും തന്നെ അവിടെ കാണാൻ സാധിക്കുകയില്ല. പൂരം ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ കൊടിമരം ഉണ്ടായിരിക്കും. പൂരത്തിന് കൊടിയേറൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ ഉത്സവങ്ങൾക്ക്. പക്ഷേ അങ്ങനെ ഒരു കൊടിമരം ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പണ്ടൊക്കെ ഉത്സവങ്ങൾ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് എപ്പോഴോ മുടങ്ങിപ്പോയതായിട്ട് കണക്കാക്കുകയും നടന്നിരുന്ന ഉത്സവം ആറാട്ടുപുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ശിവപെരുമാളിൻ്റെ സ്ഥലം എന്ന പേരിലാണത്രേ തൃശ്ശിവപ്പേരൂർ എന്ന പേര് പോലും ലഭിക്കാനുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രരേഖകളിലൊക്കെ നോക്കുകയാണെങ്കിൽ പെരുന്തച്ചനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ തനതായിട്ടുള്ള വാസ്തുവിദ്യാ ശൈലിയാണ് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹാശിവരാത്രി ദിവസം ചുറ്റമ്പലത്തിന് ചുറ്റുമായിട്ട് 1,00,000 ദീപങ്ങൾ തെളിയിക്കുക ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഭഗവാൻ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. മഹാശിവരാത്രി ദിവസം ഭഗവാൻ അത് ദേവസ്വം വകയും ഭക്തജനങ്ങളുടെ വകയൊക്കെ ആയിട്ട് അവിടെ തെളിയിക്കാറുണ്ട്. ഭഗവാൻ അങ്ങനെ കത്തി തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് മഹാശിവരാത്രി ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ധാരണ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇനി അവിടുത്തെ ദർശന രീതിയാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ദർശന രീതി അറിയാതെ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊഴുന്നതിന് വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെടും. ഒരുപാട് പ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദർശന രീതിയെക്കുറിച്ച് കൃത്യമായൊരു വീഡിയോ അടുത്ത് തന്നെ ഇതിന് ശേഷം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അത് കണ്ടതിന് ശേഷവും കേട്ടതിന് ശേഷവും ഒക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ ഒരു ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത്രത്തോളം ദേവീ ദേവന്മാരുടെ സാന്നിധ്യം നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് പരമ പുണ്യ സ്ഥലമായിട്ടുള്ള ശ്രീ വടക്കുന്നാഥ ക്ഷേത്രാങ്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും വളരെയധികം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്ന കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. ഹരി ഓം.